പാലക്കാട് പനയമ്പാടത്ത് വാഹനാപകടം നടന്ന സ്ഥലത്ത് വിദഗ്ധ സംഘം സന്ദർശനം നടത്തും. മേഖലയിൽ ഇനി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് പരിശോധിക്കുന്നതിനായാണ് വിദഗ്ധ സംഘം സന്ദർശിക്കുന്നത്. ഒപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയും അപകട സ്ഥലത്തെത്തുന്നുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ മരിച്ച കുട്ടികളുടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ പിഴവ് മൂലമാണെന്ന് സമ്മതിക്കുന്നൊരു കാഴ്ചയുണ്ട്. എങ്കിൽ പോലും ആ റോഡിൻ്റെ അശാസ്ത്രീയത അതാണ് അപകട കാരണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചാണെന്ന് സർക്കാർ സംവിധാനങ്ങൾ അവിടേക്ക് ഒഴുകുന്നത്. എന്തൊക്കെ എപ്പോഴാണ് ഗതാഗത മന്ത്രി അവിടേക്ക് എത്തുക? സച്ചിൻ, കേൾക്കാമോ? പനയമ്പാടത്ത് വാഹനാപകടം നടന്ന സ്ഥലത്ത് വിദഗ്ധ സംഘം സന്ദർശനം നടത്തുന്നുണ്ട്. മേഖലയിൽ ഇനി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ശാസ്ത്രീയ നിർദ്ദേശങ്ങളാണ് പരിശോധിക്കപ്പെട്ടു വരുന്നത്. നേരത്തെ തന്നെ കെ രാജൻ റവന്യൂ മന്ത്രി അടക്കമുള്ളവർ മരിച്ച കുട്ടികളുടെ വീട് സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഇതാ ഗതാഗത മന്ത്രി കൂടി അവിടേക്ക് എത്തുകയാണ്. റോഡിൻ്റെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുക എന്നതുകൂടിയാണ് ദൗത്യം. സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, എപ്പോഴാണ് ഗതാഗത മന്ത്രി അവിടേക്ക് എത്തുക? അജിംഷാദ്, ഇന്ന് 11:30 കൂടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഞാനിപ്പോൾ നിൽക്കുന്ന അപകടം നടന്ന പനയമ്പാടം ഭാഗത്ത് സന്ദർശനം നടത്തും. അതുപോലെ തന്നെ ഒരു ഉന്നത സംഘം, സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്, അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി, നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം ഈ പ്രദേശത്ത് സന്ദർശിച്ച് വിദഗ്ധ പരിശോധന നടത്തും. അവരും 11 മണിയോടുകൂടി ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് കൃത്യമായ പരിശോധന നടത്തും. നിലവിൽ ഇന്നലെ മുതൽ തന്നെ ഈ മേഖലയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും വേഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. അവർ കൃത്യമായ പരിശോധനയടക്കം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേയിൽ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ദാരുണമായ ഈ പനയമ്പാടത്ത് ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് വെച്ചാണ് അപകടം നടന്നിട്ടുള്ളത്. പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി മണ്ണാർക്കാട് നിന്നും പാലക്കാടേക്ക് വരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ടുകൊണ്ട് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഭാഗത്തേക്ക് മറിയുകയായിരുന്നു. ആ ഭാഗത്ത് കൂടെ നടന്നു പോകുന്ന 4 വിദ്യാർത്ഥികൾക്ക് മേലാണ് ലോറി മറിഞ്ഞത്. 5 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥികൾ തലനാരിഴക്കാണ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടത്. ബാക്കി 4 വിദ്യാർത്ഥികൾ ഈ ലോറിക്കടിയിൽപ്പെട്ട് ദാരുണമായി മരണപ്പെടുകയായിരുന്നു. വലിയ രീതിയിൽ ഒരു ദുഃഖത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഇന്നലെ അടക്കം ഖബറടക്ക സമയത്തൊക്കെ ഈ നാട് സാക്ഷ്യം വഹിച്ചത്. ആ നടപടി, ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിച്ചു. തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ്, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ ചേർന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തുന്നത്. മന്ത്രി KB ഗണേഷ് കുമാറും അല്പസമയത്തിനകം ഈ അപകടം നടന്ന ഭാഗത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. അതുപോലെ തന്നെ മരിച്ച 4 വിദ്യാർത്ഥികളുടെ വീടുകളും മന്ത്രി സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ മുൻപ് തന്നെ സ്ഥലം MLA കൂടിയായിട്ടുള്ള കെ ശാന്തകുമാരി വലിയ രീതിയിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യമൊക്കെ നിയമസഭയിലൊക്കെ അറിയിച്ചിരുന്നു. ഇതിലൊക്കെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി ദേശീയപാത അതോറിറ്റി കൈക്കൊണ്ടില്ല. അതിനാൽ തന്നെ വലിയ രീതിയിൽ ഒരു ജനകീയ പ്രതിഷേധവും ഈ അപകടം നടന്ന് മണിക്കൂറുകൾക്കകം ഈ റോഡ് ദേശീയപാത സ്തംഭിപ്പിച്ചുകൊണ്ട് നാട്ടുകാർ നടത്തിയിരുന്നു. MLAയുടെ ഭാഗത്ത് നിന്നടക്കം കൃത്യമായി ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായി ഇവിടെ സ്പീഡ് അപകടമില്ലാതെ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന കൃത്യമായ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജനങ്ങൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതിനാൽ തന്നെ ഇന്ന് ഗതാഗത മന്ത്രിയും വിദഗ്ധ സംഘവും കൃത്യമായി ഇവിടെ പരിശോധന നടത്തും. അജിംഷാദ്. ശരി, സച്ചിനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ ആ അപകടത്തിന് കാരണമാകുന്നത് ആ റോഡിലെ അശാസ്ത്രീയതയാണെന്ന് നാട്ടുകാരുടെ വാദം. അത് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഒപ്പം അതൊക്കെ പരിശോധിക്കുകയും അതിനുള്ള ശാസ്ത്രീയമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ്
ഗതാഗത മന്ത്രി അവിടേക്ക് ഇന്നെത്തുക. ഇതിൻ്റെ വിവരങ്ങളാണ് അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് നൽകിയത്.